ഇപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാനൊരു വേസ്റ്റാണ്, എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, എനിക്ക് തന്നെ എന്നെക്കൊണ്ടൊരു ഉപകാരമില്ല എന്നുള്ളൊരു ചിന്തയാണ്. എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്, ചെറുപ്പത്തിലും എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല, എപ്പോഴും ഓവർ തിങ്കിങ്, ടെൻഷൻ, ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ എന്നുള്ള രീതി ഞാൻ സൂയിസൈഡ് ചെയ്യാം എന്നൊക്കെ തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും ഷെയർ ചെയ്തില്ല. മോർ ദാൻ ഒരു 5,000 ഇപ്പോൾ ആൾക്കാർ ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ബിസിനസ് ചെയ്ത് ഫെയിലിയർ ആയ ആൾക്കാരുണ്ട്, മാരീഡ് ലൈഫിൽ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പേരൻസ് എത്ര പാമ്പർ ചെയ്ത് നമ്മളെ വളർത്തിയെന്ന് പറഞ്ഞാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുപ്പത്തിൽ നമ്മളെ കമ്പയർ ചെയ്തത്, പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്തത്, നമ്മൾ മാറ്റി നിർത്തിയത്, ഇതൊക്കെ ട്രോമയായിട്ട് പിന്നീട് ഫ്യൂച്ചർ ലൈഫിനെ ബാധിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് കോൺഫിഡൻസ് കുറയുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 50 ബോട്ടിലാണ് മന്ത്ലി വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ അത് 100 ആയി, 500 ആയി. ഇന്ന് മോർ ദാൻ 3,000 ബോട്ടിൽ മന്ത്ലി പോകുന്നുണ്ട്. കുറച്ചും കൂടെ സ്റ്റുഡൻസിലേക്ക് എൻ്റെ ഈ ഒരു കണ്ടന്റ് എത്തിക്കണം, ഈ ഒരു ക്ലാസ് എത്തിക്കണം. ഒരുപാട് ലൈഫ് എനിക്ക് മോർ ദാൻ 1 മില്യൺ ആൾക്കാരുടെ ലൈഫ് എനിക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അത് ഓർഗാനിക് പെയിൻ റിലീഫ് ഓയിലാണ്. നമ്മൾ തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയും പച്ചമരുന്നിൻ്റെ നീരും മാത്രമാണ് ചേർക്കുന്നത്. അതിൽ വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവോ ഒന്നുമില്ല. പെയിൻ കില്ലറൊക്കെ യൂസ് ചെയ്തിട്ട് സഫർ ചെയ്യുന്ന സൈഡ് എഫക്റ്റ് കിട്ടിയ ആൾക്കാരിലേക്ക് എനിക്ക് എത്തിക്കണം. ടേണിംഗ് പോയിൻറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തി ഒത്തിരി പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരാളാണ്. ഒത്തിരി പേരുടെ ഡിപ്രഷൻ, ഒത്തിരി പേരുടെ സ്വപ്നങ്ങളിലേക്ക് അവരെത്തിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുത്ത് അവരുടെ ജീവിതത്തെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത ഒരാളാണ്. ഡോക്ടർ ശ്രീവിദ്യ അനൂപ് അദ്ദേഹമാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി. ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു. വേറൊരു പ്രൊഫഷനിൽ നിന്നൊരാളാണ് ശ്രീവിദ്യ. പെട്ടെന്നൊരു ചേഞ്ചസ് വന്നതും ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയാണ് സംഭവിച്ചത്? ബൈ പ്രൊഫഷൻ ഞാൻ ഡെന്റിസ്റ്റാണ്. ഡെന്റിസ്റ്റ് ആയിട്ട് ഞാൻ 2-3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് എന്തോ ഒരു കാര്യം മിസ്സിങ് ആയിരുന്നു. പക്ഷെ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഇൻകം ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. പക്ഷേ ഞാനെന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് മിസ്സിങ് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചൈൽഡ്ഹുഡ് തൊട്ടേ ഞാൻ വളരെ സെൻസിറ്റീവായൊരു കുട്ടിയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കരയുക, അത് പിന്നെ മനസ്സിലിട്ടിട്ട് അത് ആ ഒരു ദേഷ്യം കൊണ്ട് നടക്കുക, പിന്നെ ഓവർ തിങ്ക് ചെയ്ത് ഉറക്കമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ മാറ്റിയെടുക്കുന്നുള്ളത് എനിക്ക് ഒരു സൊല്യൂഷനും കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ഉള്ളവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്കല്ലേ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് അറിയുള്ളൂ. നമ്മളിപ്പോൾ മറ്റൊരാളോട് എത്ര പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാവില്ല, അല്ലേ? അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ, ഞാനിപ്പം മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ഹസ്ബൻഡ് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിയുടെ പോസിറ്റിവിറ്റി കാണാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള വേർഷനിലാണ് അപ്പം നിന്നത്. അപ്പം എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും അതിലൊരു പോസിറ്റിവിറ്റി കണ്ടെത്താതെ അതിൻ്റെ ഏറ്റവും നെഗറ്റീവ് വേർഷനാണ് ചിന്തിക്കുന്നത്. പുള്ളിയുടെ ലൈഫിലും അത് ഒരുപാട് ഞാൻ കാരണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാനൊരു വേസ്റ്റാണ്, എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, എനിക്ക് തന്നെ എന്നെക്കൊണ്ടൊരു ഉപകാരമില്ല എന്നുള്ളൊരു ചിന്ത. അതെ, അത് അതിനുശേഷം ഞാൻ ഈ ഡെന്റിസ്റ്റ് വിട്ടു. ഞാൻ സെയിൽസിലോട്ട് പോയി. സെയിൽസിലോട്ട് പോയപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഓട്ടോ പൈലറ്റ് പോലെ ഡെയിലി സെയിം കാര്യം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലും എന്തോ ഒരു കാര്യം മിസ്സിങ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്, ചെറുപ്പത്തിലും എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല, എപ്പോഴും ഓവർ തിങ്കിങ്, ടെൻഷൻ, ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ, എന്നാൽ എൻ്റെ അവസാനത്തെ ഇതെന്നുള്ള രീതി ഞാൻ സൂയിസൈഡ് ചെയ്യാം എന്നൊക്കെ തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും ഷെയർ ചെയ്തില്ല. ഞാൻ അവിടെ ദുബായിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ അവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വിത്തൗട്ട് എനി റീസൺ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയിൽ തന്നെ പോകുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനും ഇതേ സിമിലിയർ ആയിട്ടുള്ള ഒത്തിരി എന്താ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇപ്പം ഞാൻ തന്നെ ആ ഒരു റിവ്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഒത്തിരി ആളുകൾ, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവരെല്ലാം പ്രോബ്ലംസ് റിക്കവർ ചെയ്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ കഴിയുന്നത്? ആ ഒരു മൈൻഡ് കപ്പാസിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്? മുന്നേ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്, സ്റ്റേജ് ഫിയർ ആണ്, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇങ്ങനെയുള്ള ഞാൻ എല്ലാ രീതിയിലും ഔട്ട് ഓഫ് 10 എനിക്ക് 0 ആയിരുന്നു. ഇങ്ങനെയുള്ള
ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഡിപ്രഷനിലോട്ട് എത്തുന്ന ആ ഒരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സീക്രട്ട് എന്നുള്ള ബുക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ എനിക്ക് ജീവിച്ചാൽ പോരാ, കുറച്ചും കൂടെ എൻ്റെ ലൈഫ് ഒന്ന് സ്റ്റാൻഡേർഡ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ കോഴ്സുകൾ ഒരുപാട് പർച്ചേസ് ചെയ്തു. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 10 lakh ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു നിധി തന്നെയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. പക്ഷെ അത് കണ്ടെത്താതെ പോകുന്നതാണ്. ബാക്കിയുള്ള എഡ്യൂക്കേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ റിസോഴ്സ് മനസ്സിലാക്കാൻ ശരിക്കും മൈൻഡ് പവർ പഠിക്കണം. എങ്ങനെയാണ് അത് ആ ഒരു കപ്പാസിറ്റിയെ ഈ കോഴ്സിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്? അപ്പോൾ ശരി, നമ്മളെല്ലാവരും ആദ്യം ചെയ്യേണ്ടത് നമുക്കുള്ള പാസ്റ്റ് ട്രോമ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അതുള്ളിടത്തോളം കാലം നമ്മൾ കാലാകാലം ഒരു ഗാർബേജ് ബാഗും കൊണ്ടാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നിൽക്കുന്നത്. എന്ത് നമ്മൾ ചെയ്താലും അതിൽ നെഗറ്റിവിറ്റിയാണ് ആൾക്കാർ കണ്ടെത്തുക. അപ്പം അങ്ങനെ ഒരു സൊസൈറ്റിയിൽ നമ്മളൊന്ന് നന്നായി കാണണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും വളരെ കുറവാണ്. അത് അവരുടെ തെറ്റല്ല, അവർ വളർന്നു പറഞ്ഞ സർക്കംസ്റ്റൻസസ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ പാസ്റ്റ് ട്രോമ ഹീൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഹീൽ അതിനോടൊപ്പം തന്നെ എനിക്ക് ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇന്നർ ഹാപ്പിനെസ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മനസ്സ് തുറന്ന് ചിരിക്കാൻ തുടങ്ങി, ആൾക്കാരിൽ നന്മ കാണാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ ഹസ്ബൻഡൊക്കെ എത്ര നല്ലൊരു വ്യക്തിയാണ്. ഞാൻ ഇത്രയും കാലം ആളെ പറ്റി നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചത്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരിലും ഉള്ള പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് കാണാൻ കഴിഞ്ഞു. ശരിക്കും നമ്മൾ മൈൻഡ് നമ്മൾ വേറെ രീതിയിൽ ഇന്നർ വേൾഡ് മാറ്റുമ്പം ഔട്ടർ വേൾഡ് നമുക്ക് വേണ്ടി മാറും. ഇത്തിരി റിവ്യൂ കേട്ടപ്പോൾ അവരെല്ലാവരും പറയുന്നത് ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? എൻ്റെ അടുത്ത് ഇപ്പോൾ വരുന്നത് കൂടുതലും ലേഡീസാണ്, ജെൻസും വരുന്നുണ്ട്. കൂടുതൽ ലേഡീസിനാണല്ലോ ഇമോഷണലി ഇംബാലൻസ്. കാരണം അവർക്ക് മന്ത്ലി ഹോർമോൺ ഇംബാലൻസ് വരുന്നു, അതവരെ ട്രിഗർ ആവുന്നു. അപ്പോൾ കൂടുതലും ഡിപ്രസ്ഡ് ആയ ആൾക്കാരാണ് വരുന്നത്. ഞാൻ എല്ലാവരുടെയും നോക്കുമ്പോൾ എല്ലാവർക്കും ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ പേരൻസ് എത്ര പാമ്പർ ചെയ്ത് നമ്മളെ വളർത്തി എന്ന് പറഞ്ഞാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും ഇപ്പോൾ കമ്പാരിസൺ, ചെറുപ്പത്തിൽ നമ്മളെ കമ്പയർ ചെയ്തത്, പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്തത്, നമ്മൾ മാറ്റി നിർത്തിയത്, ഇതൊക്കെ ട്രോമയായിട്ട് പിന്നീട് ഫ്യൂച്ചർ ലൈഫിനെ ബാധിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് കോൺഫിഡൻസ് കുറയുന്നത്, പിന്നെ സ്റ്റേജ് ഫിയർ വരുന്നത്, ഇൻട്രോവേർട്ട് ആവുന്നത്. അപ്പോൾ ഞാനത് റൂട്ട് കോസാണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുക. റൂട്ട് കോസ് കണ്ടുപിടിച്ചതിന് ശേഷം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ആ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഹീൽ ചെയ്യും. അത് ഹീൽ ചെയ്തിട്ട് ഓരോരുത്തർക്ക് അവർക്ക് പറ്റിയ ടെക്നിക്ക് ഞാൻ ഡിസൈൻ ചെയ്തു. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് ഡിസൈൻ ചെയ്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കും. അങ്ങനെ 21 ദിവസത്തെ പ്രാക്ടീസാണ് ഞാൻ പറയുന്നത്. ഇനീഷ്യലി എൻ്റെ ക്ലാസ്സിൽ ഞാൻ 14 days പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബാച്ച് 19th സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 7 days ഞാൻ ചെയ്യിക്കുന്നത് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ആണ്. നമ്മൾ ഫോർഗിവ് ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. തീർച്ചയായിട്ടും. കാരണം ഫോർഗിവ് ചെയ്യാതെ നമ്മൾ എല്ലാവരോടും ഉള്ള ഗ്രഡ്ജും ഗിൽട്ട് ഫീലിങ്ങും നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. എപ്പോഴും ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങളായിരിക്കും. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളെ ഫാമിലി ലൈഫ് ഇങ്ങനെയല്ലേ? അതെങ്ങനെയാണ്? ഹസ്ബൻഡായിട്ട് പ്രശ്നങ്ങളല്ലേ? അതാണ്. കരിയർ എവിടെയാണ്? ഞാൻ ഇൻ്റർവ്യൂവിന് ഒരുപാട് ശ്രമിച്ചു മാം, പക്ഷെ എനിക്ക് ജോബ് കിട്ടുന്നില്ല. എല്ലാം ആ ഒരു പോയിന്റിലെത്തും, എന്തോ കാരണത്താൽ എൻ്റെ കയ്യിൽ നിന്ന് അത് പോകും. കാരണം കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അതുപോലെ പണത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ആങ്സൈറ്റിയാണ്, മണി ലോസ് വരുന്നു. അപ്പം ഞാൻ ഹെൽത്തിലും അതുപോലെ തന്നെ നമുക്ക് ലൈഫിൽ 4 ഏരിയ ആണ്: ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ ആൻഡ് മണി. ഇത് 4ഉം ഗിറ്റാറിൻ്റെ 4 strings പോലെയാണ്. എല്ലാം ബാലൻസ് ചെയ്യണം. ഇതിലൊരു സ്ട്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കി 3ൻ്റെ ശബ്ദം മാറും. അപ്പോൾ ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും. ഹെൽത്തി ആയിട്ട് നമുക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം മെൻ്റൽ ക്ലാരിറ്റിയും മെൻ്റൽ പീസും ഉള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ലൈഫിനെ പോസിറ്റീവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ മണി സ്പെൻഡ് ചെയ്യുമ്പം ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മണി അട്രാക്ഷൻ നടക്കുള്ളൂ. സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമ്മളിപ്പോൾ ഗൂഗിൾ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാലും ഇതിൽ പറയുന്നൊരു സിസ്റ്റം ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ 24/7 നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലോ ഓഫ് ഗ്രാവിറ്റി പോലെ തന്നെ. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്ത് ഇമോഷനാണോ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്, അത് 10 times റിട്ടേൺ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും.
ഇപ്പോൾ എപ്പോഴും പോവേർട്ടിനെ പറ്റി ചിന്തിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ എനിക്ക് ഉയരാൻ പറ്റില്ല, അല്ലെങ്കിൽ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ, മറ്റുള്ളവരെ പോലെ അത് ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്ക് ഒരിക്കലും ഒന്നും നേടാൻ കഴിയില്ല. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അറിയില്ല ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ളതും കൂടെ നഷ്ടപ്പെടും അറിയില്ല. പക്ഷെ മറിച്ച് നമ്മൾ ഹാപ്പിനെസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം സാർ കേട്ടിട്ടുണ്ടോ നല്ല ക്വാണ്ടം ഫിസിക്സ്, നമ്മൾ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഡെഫിനറ്റ്ലി. അപ്പം നമ്മൾ ഹാപ്പിനെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഹാപ്പിനെസ് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും. നമ്മൾ ലവ് ആണ് കൊടുക്കുന്നതെങ്കിൽ ലവ്. ലൈഫ് ഈസ് ലൈക്ക് എക്കോ. അതെ. ഹാപ്പിനെസ് ഓൾവേസ് അട്രാക്ട് ഹാപ്പിനെസ്, ലവ് ഓൾവേസ് അട്രാക്ട് ലവ്, ഫെയിലിയർ ഓൾവേസ് അട്രാക്ട് ഫെയിലിയർ. ഇത്രയും നാളിനുള്ളിൽ എത്രത്തോളം ആളുകളെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്? ഏത് കാറ്റഗറി ആളുകളെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്? എത്രത്തോളം എന്ന് വെച്ചാൽ മോർ ദാൻ ഒരു 5,000 ഇപ്പോൾ ആൾക്കാർ ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പം ഏകദേശം 1 year ആയിട്ടേ ഉള്ളൂ ക്ലാസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ബിസിനസ് ചെയ്ത് ഫെയിലിയർ ആയ ആൾക്കാരുണ്ട്, മാരീഡ് ലൈഫിൽ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ ബിസിനസ് ഫെയിൽ ആവുന്നത് തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂ കൊണ്ടാണ്. നമ്മൾ വീട്ടിൽ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ബിസിനസ് മാൻ ആവാൻ കഴിയില്ല. തീർച്ചയായിട്ടും. നമുക്ക് നല്ലൊരു പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് വേണം. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അയാളുടെ ഏറ്റവും നല്ലൊരു വേർഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളും കൂടുതൽ വരാറുണ്ട്. പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ഇല്ല, പിന്നെ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾ വരാറുണ്ട്, പിന്നെ ആൽക്കഹോളിക് ആയ ആൾക്കാർ വരാറുണ്ട്, ഡിപ്രഷനാണ് കൂടുതൽ വരുന്നത്, പിന്നെ ബ്രേക്കപ്സ് വന്ന ആൾക്കാർ വരാറുണ്ട്, പിന്നെ ബാങ്ക് ലോണൊക്കെ എടുത്ത് കടത്തിലായ ആൾക്കാർ വരാറുണ്ട്, പിന്നെ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങളുള്ള ആൾക്കാർ വരാറുണ്ട്. മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്ക് ക്യാൻസർ വരെ മാറ്റാൻ പറ്റും. എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്? നമുക്ക് അസുഖങ്ങൾ വരുന്നത് തന്നെ നമ്മളെ തോട്ട് കാരണമാണ്. നമുക്ക് 99% ഡിസീസ് വരുന്നത് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആണ്. സൈക്കോ എന്ന് പറഞ്ഞ മൈൻഡ്, സോമ ബോഡി. അപ്പോൾ ക്യാൻസർ വരുന്നത് മെയിനായിട്ട് നമുക്ക് പാസ്റ്റിലുള്ള റിഗ്രറ്റ് ഫീലിംഗ്, ഗ്രഡ്ജ് ഫീലിംഗ്, ഒരാളോടുള്ള പക, ദേഷ്യം, വെറുപ്പൊക്കെ കാലാകാലം കൊണ്ട് നടക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആ റൂട്ട് കോസ് ആദ്യം മാറ്റുക എന്നുള്ളതാണ്. ഇത്തരം ഫീലിങ്സ് ഉള്ളിലുള്ളത് എടുത്തു കളഞ്ഞാൽ തന്നെ ആ ഒരു വ്യക്തി ഫ്രീ ആയി. പിന്നെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ സജഷൻസ് കൊടുക്കും, ഗൈഡഡ് മെഡിറ്റേഷൻ കൊടുക്കും, അഫർമേഷൻസ് കൊടുക്കും, വിഷ്വലൈസേഷൻ കൊടുക്കും. അങ്ങനെ എല്ലാ രീതിയിലും അവരെ മൈൻഡ് അവർ ഹെൽത്തി ആണ് എന്നുള്ള രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്സും പറഞ്ഞു കൊടുക്കും. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള DICC ടെക്നിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്കിങ്ങനെ പറയാം, നമ്മൾ ബോഡീനെ കമാൻഡ് ചെയ്യാം. ഐ ഡയറക്റ്റ്, ഇൻസ്ട്രക്ട്, കമാൻഡ്, കമ്പൽ ആൻഡ് കോഡ് മൈ ബോഡി ടു ഹീൽ ഡാഷ്. ഏത് ഭാഗമാണോ ഹീൽ ചെയ്യേണ്ടത് അത്. ഇത് നമ്മൾ ഡെയിലി റിപ്പീറ്റഡായി പറയുന്ന സമയത്ത് ശരിക്കും ആ മൈൻഡ് ഹീൽ ചെയ്യാനുള്ള കെമിക്കൽസ് റിലീസായി തുടങ്ങും, റിലീസ് ചെയ്ത് തുടങ്ങും. അത് മെഡിസിൻസിനൊന്നും ആ പവർ കിട്ടില്ല, അത്രയും പവർ കിട്ടില്ല. അതിൻ്റെ 100 times ആണ് നമ്മളെ ബോഡിയിലുള്ള ആ കെമിക്കൽസിൻ്റെ പവർ എന്ന് പറയുന്നത്. ഈ ഒരു ഹീലിംഗ് കെമിക്കൽസ് കണ്ടിന്യൂസ്ലി റിലീസ് ആവുന്ന സമയത്ത് ക്യാൻസർ ആയാലും എന്തായാലും ബൈബിളിൽ പറഞ്ഞിട്ട് പരിപൂർണമായിട്ട് വിശ്വസിക്കുക അല്ലേ? ആ വിശ്വാസം തീർച്ചയായിട്ടും. ഇപ്പൊ മറ്റൊരു പ്രൊഫഷനിലാണ് നിന്നിരുന്നത്, അതായത് ഡെന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആവാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചല്ലേ? ഒരു മൈൻഡ് പവർ ട്രെയിനറായിട്ട്, ഒരു ടീച്ചറായിട്ട്, അല്ലെങ്കിൽ ഗൈഡായിട്ടൊക്കെ മാറാനുള്ള ആ ഒരു പ്രചോദനവും ആ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയാണ് ലൈഫിൽ സംഭവിച്ചത്? ഡെന്റിസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ജോലിയിൽ ഞാൻ ആപ്റ്റ് അല്ല. ഞാൻ ഡെന്റിസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് പേഷ്യൻസ് സഫർ ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ അത് സ്വിച്ച് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിപ്രഷൻ്റെ സ്റ്റേജിലെത്തിയ സമയത്ത് ഞാൻ തന്നെ എൻ്റെ മെൻറ്ററായി, ഞാൻ തന്നെ എൻ്റെ ട്രെയിനറായി. അപ്പം ഞാൻ എന്നെ ട്രെയിൻ ചെയ്ത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനിൽ ഞാൻ എത്തിച്ചത് കൊണ്ടാണ് ഞാൻ മറ്റുള്ളവർ അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ട്രെയിനറായിട്ട് മറ്റുള്ളവർക്കും ക്ലാസ് എടുക്കുന്നത്. സ്വയം ഒരു ട്രെയിനറായിട്ട് അവനവനെ തന്നെ മാറ്റിയെടുക്കാൻ എന്തൊക്കെ ടിപ്സ് ഉപയോഗിച്ചാണ് അങ്ങനെ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് കരകയറിയത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ഡെയിലി എന്നോട് പോസിറ്റീവായിട്ടുള്ള ഓട്ടോ സജഷൻസ് ഞാൻ കൊടുക്കുമായിരുന്നു, അഫർമേഷൻസ് പറയായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്ന ഫീലിങ്സ് ഞാൻ അപ്പോൾ എഴുതുമായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരിക്കും ഒരുപാട്. നമ്മളെപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന നമ്മളെ കമ്പനി എപ്പോൾ ഇഷ്ടപ്പെടുന്നോ അപ്പോൾ നമുക്ക് സെൽഫ് ലവ് കൂടി എന്നാണ് അർത്ഥം. ആ ഒരു പോയിന്റിലാണ് ഞാൻ എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഞാൻ അറിയുന്നത്, ട്രൂ പൊട്ടൻഷ്യൽ. അപ്പോൾ എനിക്കിങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, വേറൊരു നല്ല ഡിസേർവിങ്
ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലൈഫ് വേറെ ഉണ്ട് എന്നുള്ള ആ ഒരു പോയിന്റിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആയുർവേദിക് പ്രോഡക്ട്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കാരണം എൻ്റെ ഫാമിലി കുറച്ച് വൈദ്യർ ഫാമിലിയാണ്. എൻ്റെ അച്ചാച്ചൻ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ആ ഒരു പെയിൻ റിലീഫ് ഓയിലാണ് ഞാൻ ആദ്യം ലോഞ്ച് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു ഓയിൽ ഭയങ്കര ക്വാളിറ്റിയിൽ ഉണ്ടാക്കുമെങ്കിലും അത് ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്കും എത്തിച്ചൂടാ എന്നുള്ളത്. അപ്പം ഞാൻ ആയു രഹസ്യ എന്നുള്ളൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. നമുക്കിപ്പം അതിൽ ഹെയർ ഓയിൽ ഉണ്ട്, ബേബി ഓയിൽ ഉണ്ട്, അങ്ങനെ വീണ്ടും ഒരുപാട് പ്രൊഡക്ട്സ് ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ആദ്യം ഞാനൊരു 50 ബോട്ടിലാണ് മന്ത്ലി വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ അത് 100 ആയി, 500 ആയി. ഇന്ന് മോർ ദാൻ 3000 ബോട്ടിൽ മന്ത്ലി പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനർ മാത്രമല്ല, ഓണ്ടർപ്രണർ കൂടിയാണ്. ഈ രണ്ട് മൈൻഡ് സെറ്റ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയയാണ്. അതിനോടൊപ്പം തന്നെ ബിസിനസ് മെൻറ്റാലിറ്റി, അതായത് ഒരു ബിസിനസ് മൈൻഡ് സെറ്റും കൂടി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ട്. പുള്ളി സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് പവർ യൂസ് ചെയ്യും, പുള്ളി സ്ട്രാറ്റജി യൂസ് ചെയ്യും. അങ്ങനെ നമ്മളൊരു പാർട്ണർഷിപ്പിലാണ് ബിസിനസ് കൊണ്ടുപോകുന്നത്. വെരി ഗുഡ്. ഈ സ്റ്റുഡൻസിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. വളരെയധികം പ്രശ്നത്തിൽ നിന്ന് എന്താ പറയുക കരകയറി വന്നത് എന്തൊക്കെയാണ്? അപ്പോൾ ആ കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്യാൻ കൊടുക്കുന്ന ഒരു ടെക്നിക്സ് എന്തൊക്കെയാണ്? കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്യാൻ വളരെ ഈസിയാണ്. അവർ ഓൾറെഡി ഇന്നസെൻ്റ് ആയിരിക്കും. അവർക്ക് ചെറിയൊരു പുഷ് മതി. ഞാൻ കൂടുതലും അഫർമേഷൻസ് ആണ് അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം അവർ ഈ കമ്പാരിസണിൽ നിന്നും രക്ഷപ്പെടാനും കുറച്ചുകൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കൂടാനും എക്സാമിന് മാർക്സ് കിട്ടാനും രീതിയിലുള്ള ഒരുപാട് ടെക്നിക്സ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ സർ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കുട്ടി 80-ൽ 3-4 മാർക്ക് കിട്ടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒട്ടും പഠിക്കാൻ പറ്റാത്ത ആ കുട്ടിക്ക് വിത്തിൻ 1 വീക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് എക്സാമിന് കിട്ടിയത് 80-ൽ 65 മാർക്സ് ആണ്. അത്രയും ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. എൻ്റെ കഴിവല്ല അത്, അവര് തന്നെ ട്രെയിൻ ചെയ്ത് അവരുടെ മൈൻഡ് മാറ്റിയെടുക്കും. ഞാൻ അതിൻ്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ്. ഈ റീൽസുകളിലെല്ലാം പറയുന്നത് ശരിക്കും മൈൻഡ് പവർ ഉപയോഗിച്ച് മണി ഉണ്ടാക്കാം. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അത് തീർച്ചയായിട്ടും പറ്റും. മണി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈസി പ്രോസസ്സാണ്. നമ്മൾ പണ്ട് തൊട്ടേയുള്ള ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട് നമുക്ക്. അതായത് കുറച്ചു പേർക്ക് മാത്രമേ പൈസ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, പൈസ ചെകുത്താനാണ്, പൈസയുള്ളവൻ അഹങ്കാരിയാണ്. പിന്നെ നമ്മൾ ഒരുപാട് സിനിമകളിലൂടെ അത് കണ്ടിട്ടുണ്ട്. നായകൻ എപ്പോഴും പാവപ്പെട്ടവരായിരിക്കും, പണക്കാര് വില്ലനായിരിക്കും. അപ്പം നമ്മൾ പണത്തിനൊരു വില്ലൻ മൈൻഡ് സെറ്റിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ മണീനെ ഫ്രണ്ടാക്കാൻ ശ്രമിച്ച് നമ്മളെ ഒരു ഭാഗം തന്നെയാണെന്ന് കണ്ട് നമ്മളിപ്പോൾ പൈസയോടുള്ള ബിലീഫ് സിസ്റ്റം മാറ്റുക, നമ്മൾ പണത്തിനെ പറ്റി ആലോചിക്കുമ്പം വരുന്ന ഇമോഷൻസ് ചേഞ്ച് ചെയ്യുക. അപ്പം തന്നെ നമ്മളിലേക്ക് മണി അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഒരുപാട് പേരറിയാം, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പൈസ ചിലവാക്കുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. പൈസ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല, അയ്യോ ഇത് പോയി കഴിഞ്ഞാൽ എൻ്റെ ബാങ്ക് ബാലൻസ് കുറയുമല്ലോ, ഇനിയിപ്പോൾ ഇത്രയും പൈസ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കും, ഉറക്കമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരിലേക്ക് മണി ലൂസ് നടന്നുകൊണ്ടേയിരിക്കും. ഏത് തരത്തിലുള്ള അഫർമേഷനാണ് ശരിക്കും മണി മേക്കിംഗ് അഫർമേഷൻ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ശരിക്കും മണിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ആദ്യം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ലവ് മണി, മണി ലവ്സ് മീ. അതാണ് എൻ്റെ ഫേവറേറ്റ് അഫർമേഷൻ. മണി വിൽ ബി ഹണി. ഓക്കെ, മണി ശരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഹാപ്പി ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 10 times റിട്ടേൺസ് വരും. തീർച്ചയായിട്ടും. അതിൻ്റെ എക്സാമ്പിളാണ് ഞാനിപ്പം ഡെന്റിസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു സാലറിനേക്കാളും 7, 8, 10 times ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ആദ്യമായിട്ട് നമ്മളൊരു ട്രെയിനിങ് മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ മനുഷ്യരെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അല്ലേ? നമുക്കൊരു പ്രൊഡക്റ്റ് അല്ല, ഇതൊരു ഇൻവിസിബിൾ ഇമോഷനാണ്. അപ്പോൾ എന്തെല്ലാം സ്ട്രഗിളാണ് ശരിക്കും ഈ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു ക്രൈസിസ് എന്ന് പറയുക? ഞാൻ ആദ്യം തന്നെ റിസൾട്ട് ഉണ്ടാക്കാനാണ് നോക്കിയത്. എൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ടാണ്, സക്സസ് സ്റ്റോറിയാണ്. അപ്പോൾ എനിക്കത് സാധിച്ചു. എൻ്റെ ആദ്യത്തെ ബാച്ചിൽ 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 20 പേരുമായിട്ടും കണക്ഷൻ ഉണ്ട് എനിക്കിപ്പോൾ. അപ്പോൾ അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ആയി. പിന്നെ അടുത്ത ബാച്ചിൽ 35, പിന്നെ 50, പിന്നെ 150 ആൾക്കാർ വന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഓരോ മന്ത് കൂടുമ്പം കൂടി വരുന്നു. പക്ഷെ ആ ഒരു ടൈമിലും എൻ്റെ വീട്ടുകാർക്ക് അവർക്ക് അറിയില്ലല്ലോ ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ആദ്യം എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം ഡെന്റിസ്റ്റ് ആയിട്ട് ഇത്രയും 5 വർഷം പഠിച്ചു, എന്നിട്ട് ആ പ്രൊഫഷൻ ബ്രേക്ക് ചെയ്യുന്നു. അതെ. പക്ഷെ ആ ഒരു സമയത്തും എൻ്റെ സ്ട്രോങ് പില്ലറായി എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്.
പുള്ളിക്കാരൻ ഞാനിപ്പം പ്രൊഫഷൻ വിടുകയാണെങ്കിൽ ഓക്കെ ആയിക്കോ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്ന് പുള്ളിക്കാരൻ പണ്ട് പറയായിരുന്നു, ഇപ്പോഴും പറയും. പണ്ട് പറയുമ്പോൾ ഞാനത് അത് കണ്ടില്ല ആ രീതിയിൽ. ഇപ്പം പുള്ളിക്കാരൻ എല്ലാ രീതിയിലും ഞാനിപ്പം എന്താഗ്രഹം പറഞ്ഞാലും അതിന് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ലെവലിൽ എത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ മെൻ്റലി നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ കേൾവി പോലും ഇല്ലാത്ത അക്രമങ്ങളും, ഇപ്പോൾ അമ്മയെ മകൻ കൊല്ലുന്നു എന്നിട്ടും ഒരു റിഗ്രറ്റ് ഇല്ല, ഒരു പശ്ചാത്താപവും ഇല്ല. അതേപോലെ ഈ കൊലപാതകങ്ങളൊരു ഹോബി ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഡിവോഴ്സ്, ഇപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളും മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, അങ്ങനെ ഒരു ലൈഫേ വേണ്ടെന്നാണ്. അപ്പോൾ സോഷ്യലി തന്നെ വലിയൊരു മാനസികമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയധികം അക്രമങ്ങൾ ഉൾപ്പെടെ നടക്കുന്നതിൻ്റെ അത് എന്തുകൊണ്ടായിരിക്കും മൈൻഡിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നതിൻ്റെ കാരണം? തീർച്ചയായിട്ടും അവർ വളർന്നു വന്ന ചുറ്റുപാട് ഒരുപാട് അവരെ എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ അവരുടെ പേരൻസ് തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും. അവിടെ ഒരു ലവ് എന്നുള്ളൊരു ഇമോഷൻ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല ലൈഫിൽ. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0 to 7 years ഒരു കുട്ടിക്ക് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് പോലെയാണ്, നമുക്ക് ചുറ്റുമുള്ള എല്ലാം അത് വലിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ലൈഫ് അവർക്ക് ചൈൽഡ്ഹുഡ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള അക്രമവും അങ്ങനെയുള്ള തോട്ട്സും അങ്ങനെയുള്ള സർക്കംസ്റ്റൻസസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഭാവിയിൽ ക്രൂരന്മാരാകുന്നത്, കൊലപാതകം ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് അവർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അഡൽട്ട് ഏജിലുള്ള ആൾക്കാരല്ല വഴക്കുണ്ടാക്കുന്നത്. അതായത് ഒരാണിൻ്റെ ഉള്ളിലുള്ള അൺഹീൽഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡും ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുള്ള അൺഹീൽഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡുമാണ് അവിടെ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നർ ചൈൽഡ് ട്രോമ ഹീൽ ചെയ്യണം. അത് ഹീൽ ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഡിവോഴ്സ് ചെയ്ത് അടുത്ത ആളെ കല്യാണം കഴിച്ചാലും സംഭവിക്കും. അതെ, അത് നമ്മൾ മാറണം. നമ്മൾ മറ്റുള്ളവരെ മാറ്റാനല്ല ആദ്യം നോക്കേണ്ടത്. നമ്മളിപ്പം ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുകയാണെങ്കിൽ ബാക്കി എല്ലാ വിരലും നമ്മളെ ചൂണ്ടുന്നത് അല്ലേ. അപ്പം നമ്മളെ ആദ്യം ബെസ്റ്റ് ആക്കുക, നല്ലതാക്കുക, നമ്മളെ ഇന്നർ വേൾഡ് മാറ്റുക, നമ്മളെ പറ്റിയിട്ടുള്ള ബിലീഫ് സിസ്റ്റം മാറ്റുക, നമ്മളെ പറ്റിയിട്ടുള്ള തോട്ട്സ് മാറ്റുക, നമ്മളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ വേൾഡ് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനിയിപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം? കുറച്ചും കൂടെ സ്റ്റുഡൻസിലേക്ക് എൻ്റെ ഈ ഒരു കണ്ടന്റ് എത്തിക്കണം, ഈ ഒരു ക്ലാസ് എത്തിക്കണം. ഒരുപാട് ലൈഫ് എനിക്ക് മോർ ദാൻ 1 million ആൾക്കാരുടെ ലൈഫ് എനിക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അവരുടെ ആ മാറ്റത്തിന് ചെറിയൊരു ഭാഗമെങ്കിലും ആകണമെന്നാണ് ആഗ്രഹം. പിന്നെ എൻ്റെ ബിസിനസ് ആണെങ്കിലും എനിക്ക് എൻ്റെ പെയിൻ റിലീഫ് ഓയിൽ, അത് ഓർഗാനിക് പെയിൻ റിലീഫ് ഓയിലാണ്. നമ്മൾ തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയും പച്ചമരുന്നിൻ്റെ നീരും മാത്രമാണ് ചേർക്കുന്നത്. അതിൽ വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവോ ഒന്നുമില്ല. അത്രയും ഓർഗാനിക് ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓയിൽ ഈ പെയിൻ കില്ലറൊക്കെ യൂസ് ചെയ്തിട്ട് സഫർ ചെയ്യുന്ന സൈഡ് എഫക്റ്റ് കിട്ടിയ ആൾക്കാരിലേക്ക് എനിക്ക് എത്തിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്. അപ്പോൾ ഒത്തിരി പേരുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ടുള്ള കഴിവ് ദൈവം തരട്ടെ. അതിനോടൊപ്പം തന്നെ വലിയൊരു ട്രെയിനറായിട്ട് മാറട്ടെ, അതോടൊപ്പം ഒരു ബിസിനസ്സുകാരിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.